UGC നെറ്റ് പേപ്പർ 1ൻ്റെ യൂണിറ്റ് 10 ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് PYQ സെഷനാണ്. ഇതിൽ ഏറ്റവും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ആൻഷ്യൻ ഇന്ത്യ. ആൻഷ്യൻ ഇന്ത്യയിലെ ക്വസ്റ്റ്യൻസ് ധാരാളം എക്സാമിന് ചോദിക്കാറുണ്ട്. പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയാത്തൊരു ഭാഗമാണ് ഈ ആൻഷ്യൻ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ സാധാരണയായിട്ട് കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് ഭൂരിഭാഗം ചോദ്യങ്ങളും യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പഴയകാല ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. ഈ യൂണിവേഴ്സിറ്റികൾ എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, ഏത് വർഷമാണ് ഫോം ചെയ്തത്, അവിടെ ഉണ്ടായിരുന്ന ഏതെല്ലാം കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരുന്നത്, ഏതൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ് അവിടെ പഠിച്ചിരുന്നത്, അവിടുത്തെ എൻട്രി എങ്ങനെയായിരുന്നോ, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വാസ് പ്രൈമറി നോൺ ആസ് സെൻറ്റർ ഫോർ മഹായാന ബുദ്ധിസം? ഈ താഴെ പറയുന്ന യൂണിവേഴ്സിറ്റികളിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ് മഹായാന ബുദ്ധിസവുമായി കണക്ട് ചെയ്യപ്പെട്ട യൂണിവേഴ്സിറ്റി? തക്ഷശില യൂണിവേഴ്സിറ്റി, നളന്ദ യൂണിവേഴ്സിറ്റി, വല്ലഭി യൂണിവേഴ്സിറ്റി, വിക്രമശില യൂണിവേഴ്സിറ്റി. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിവേഴ്സിറ്റികളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. ഇതിൻ്റെ ആൻസർ മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ആൻസർ. നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ബീഹാറിലാണ്. ബീഹാർ ഇന്നത്തെ ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏറ്റവും വലിയ ആൻഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി. ലാർജസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെട്ട ആൻഷ്യൻ യൂണിവേഴ്സിറ്റികളിൽ പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണെന്ത്, ഈ നളന്ദ യൂണിവേഴ്സിറ്റി. മാത്രമല്ല ഈ മഹായാന ബുദ്ധിസത്തിൻ്റെ പ്രധാനപ്പെട്ട സെൻ്ററാണ്. ഈ ബുദ്ധിസത്തിന് പല വേർഷൻസ് ഉണ്ടായിരുന്നു, പല ഭാഗങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മഹായാന ബുദ്ധിസം എന്ന് പറയുന്നത്. ഒരു കാറ്റഗറിയാണ് അത്. നമ്മൾ ബുദ്ധിസമൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കും മഹായാന ബുദ്ധിസം. ആ മഹായാന ബുദ്ധിസത്തിലെ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിസത്തിൻ്റെ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്ന ഒരു സെൻ്ററാണിത്. ഇവിടെ മെയിനായിട്ട് പഠിപ്പിച്ചിരുന്നത് ഗ്രാമർ, അതുപോലെ തന്നെ ലോജിക്ക്, ഇന്ത്യൻ ലോജിക്കൊക്കെ നമ്മൾ പഠിച്ചല്ലോ അല്ലേ. അത് നമുക്കിനി അതിൻ്റെ PYQ സെഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അതുപോലെ മെഡിസിൻ, ഇതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ. അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങോട്ട് പഠിക്കാൻ വന്നിരുന്നു. എസ്പെഷ്യലി ചൈന, അതുപോലെ തന്നെ കൊറിയ, അതുപോലെ തന്നെ ടിബറ്റ് പോലുള്ള പ്രദേശങ്ങളൊക്കെ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ആൾക്കാർ പഠിക്കാൻ വന്നിരുന്നു. അതൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളൊന്നാണ്. അപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നളന്ദ യൂണിവേഴ്സിറ്റി പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നളന്ദ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ പുതിയ നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പത്രത്തിൽ വരാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് പത്രം വായിക്കുന്ന സമയത്തൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആൻഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് തക്ഷശില വാസ് ഡിക്ലെയർഡ് UNESCO വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ വിച്ച് ഇയർ?
തക്ഷശില യൂണിവേഴ്സിറ്റി യുനെസ്കോൻ്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത് ഏത് വർഷമാണ്? ഒന്നാമത് 1980, 1985, 1990, 1995. ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം? യെസ് 1980 കൃത്യമായ ആൻസർ. യെസ്, 1980 ഈ തക്ഷശില യൂണിവേഴ്സിറ്റി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. ഈ തക്ഷശില യൂണിവേഴ്സിറ്റി ഇന്ന് സ്ഥിതി ചെയ്യുന്നത് മോഡേൺ ഡേ പാകിസ്ഥാനിലാണ്. ഓക്കെ, പാകിസ്ഥാനിലാണ് ഇത് ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നളന്ദ യൂണിവേഴ്സിറ്റിനേക്കാളും പഴക്കമുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഓൾഡർ യൂണിവേഴ്സിറ്റി ദാൻ നളന്ദ വരുന്നതിന് മുമ്പുള്ള യൂണിവേഴ്സിറ്റിയാണിത് ഈ യൂണിവേഴ്സിറ്റി. പിന്നെ അതുപോലെ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അപ്പോൾ തക്ഷശില യൂണിവേഴ്സിറ്റി നളന്ദ യൂണിവേഴ്സിറ്റിനേക്കാളും പഴക്കമുള്ള യൂണിവേഴ്സിറ്റിയാണെന്നുള്ള കാര്യം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മറ്റൊന്ന്, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In the ancient Indian education system, the ceremony that marked the initiation of child to the formal education system under the Guru was known as. ഈ പഴയ കാലത്ത് എന്ത് ചെയ്തിരുന്നു, ഗുരുകുല സംവിധാനമായിരുന്നല്ലോ ഉണ്ടായിരുന്നത്, ഗുരുകുല എഡ്യൂക്കേഷൻ സിസ്റ്റം. അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് പഠിച്ചിരുന്നു. ഗുരുകുല എഡ്യൂക്കേഷൻ സിസ്റ്റം ത്തിലേക്കൊരു കുട്ടി കടക്കുന്ന സമയത്ത് ആ സമയത്തുള്ളൊരു സെറിമണി ഉണ്ട്. ആ സെറിമണിയുടെ പേരെന്താണ് എന്നതാണ് ഏതാണ്? യെസ്, ഉപനയ എന്നതാണ് അതിൻ്റെ ആൻസർ. ഉപനയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സാക്രഡ് ത്രെട്ട് സെറിമണിയാണ് അത്. സാക്രഡ് സെറിമണി പഴയകാലത്ത് ആൻഷ്യൻ ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു സാക്രഡ് ത്രെഡ് സെറിമണിയാണിത്. ഈ സെറിമണി കഴിയുന്നതോടുകൂടി എന്ത് ചെയ്യും, കുട്ടി ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി മാറും. ഈ സെറിമണിയുടെ ശേഷം സെക്കൻഡ് ബർത്ത് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെറിമണിക്ക് ശേഷം ആളുകൾ കണക്കാക്കുന്നത്. സെക്കൻഡ്, അത് അപ്പർ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇതിനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ സ്റ്റുഡൻറ്റ് ഈ സെറിമണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇദ്ദേഹം ബ്രഹ്മചാരി എന്ന പേരിലാണ് എന്ത് ചെയ്യുക, അറിയപ്പെടുക. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യും, ഈ ഒരു നിശ്ചിതം 25 വർഷമാണ് പറയുന്നത്. 25 വർഷം എന്ത് ചെയ്യും, ഗുരുവിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യാം, ആശ്രമത്തിൽ നിശ്ചിത കാലം. ഫസ്റ്റ് 25 വർഷം വരെ ബ്രഹ്മചര്യ ആശ്രമമാണ്. വ്യത്യസ്ത ആശ്രമങ്ങളെക്കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ 25 വയസ്സ് വരെ എന്ത് ചെയ്യും, ഈ വ്യക്തി സ്റ്റുഡൻ്റ് എന്ത് ചെയ്യും, ഗുരുവിൻ്റെ കൂടെ എവിടെയാണോ ഗുരുവിൻ്റെ ആശ്രമം ഉള്ളത് അവിടെ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും, ലേൺ ചെയ്യും. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ഫേമസ് ഫിസിഷ്യൻ ജീവാഗ ഹു വാസ് ട്രീറ്റഡ് ലോർഡ് ബുദ്ധ ആൻഡ് ആൾസോ സെഡ് ടു ഹാവ് സ്റ്റഡീഡ് ഇൻ വിച്ച് ആൻഷ്യൻ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഈ ജീവാഗ എന്ന് പറഞ്ഞ ആൾ ഏത് ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? ഇദ്ദേഹം ഒരു ഫിസിഷ്യനാണ്. ഇദ്ദേഹം ലോർഡ് ബുദ്ധയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഇദ്ദേഹം പഠിച്ചത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ലോർഡ് ജീവാഗ. ഇതിൻ്റെ ആൻസർ തക്ഷശില യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. തക്ഷശില യൂണിവേഴ്സിറ്റിയിലാണ് ഇദ്ദേഹം പഠിച്ചത്. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ആൻഷ്യൻ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു. റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഡോക്ടറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം പ്രധാനപ്പെട്ട 2 ആളുകളുടെ പേഴ്സണൽ ഡോക്ടറായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോർഡ് ബുദ്ധയുടെ ഒരു പേഴ്സണൽ ഡോക്ടറായിരുന്നു. അതേപോലെ തന്നെ
കിങ് ബിംബിസാര. ബിംബിസാരയുടെ ഒരു ഡോക്ടറായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പഠനം കംപ്ലീറ്റ് ചെയ്തത് തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു. തക്ഷശില യൂണിവേഴ്സിറ്റി വളരെ ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞു. പ്രധാനമായിട്ട് മെഡിസിൻ അതുപോലെ ആയുർവേദ പഠനങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണിത്, തക്ഷശില യൂണിവേഴ്സിറ്റി ആൻഡ് ആയുർവേദ. അടുത്തത് ഈ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും, ഇവിടെ വളരെ ഈ സർജറിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സർജറി, അതുപോലെ ഹെർബൽ മെഡിസിൻസ്, ഇതൊക്കെ തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ ആൻഷ്യൻ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ധർമ്മപാല, എംപറർ ധർമ്മപാല ഫോം ചെയ്ത യൂണിവേഴ്സിറ്റി ഏതാണ്? ആൻഷ്യൻ യൂണിവേഴ്സിറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ എംപറർ ധർമ്മപാല ഓഫ് പാല ഡൈനസ്റ്റി. പാല ഡൈനസ്റ്റിയിലെ ധർമ്മപാല ഫോം ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റി താഴെ പറഞ്ഞ യൂണിവേഴ്സിറ്റികളിൽ ഏതാണ്? നളന്ദ യൂണിവേഴ്സിറ്റി, സോമപുര യൂണിവേഴ്സിറ്റി, ജഗദ്ദല യൂണിവേഴ്സിറ്റി, വിക്രംശില യൂണിവേഴ്സിറ്റി. ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഓക്കെ, ഇത് വിക്രംശില യൂണിവേഴ്സിറ്റിയാണിത് ഇദ്ദേഹം ഫോം ചെയ്തത്. ഇത് ഏകദേശം നളന്ദ യൂണിവേഴ്സിറ്റിക്ക് ശേഷം ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു 8th or 9th സെഞ്ച്വറി BC ഇത് ഫോം ചെയ്തത്. ഇതൊക്കെ ഫോം ചെയ്തത് BC കേട്ടോ, AD നമുക്ക് കുറേ കാലം മുമ്പ് ആൻഷ്യൻ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്തത്, ഇതൊക്കെ ഫോം ചെയ്തത്. ഇത് പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, വിക്രമശില യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. മെയിനായിട്ട് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷനെ ആയിരുന്നു ഇവരെന്ത് ചെയ്ത് ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് മാത്രമല്ല, നമ്മൾ നേരത്തെ നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. നളന്ദ യൂണിവേഴ്സിറ്റി മഹായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് അറിയപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിരുന്നു, മഹായാന ബുദ്ധിസം. എന്നാൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിക്രമശില യൂണിവേഴ്സിറ്റി, ഇത് വജ്രായന ബുദ്ധിസം. ഓക്കെ, വജ്രായന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് അറിയപ്പെട്ടിരുന്ന ഫേമസ് ആയിട്ടുള്ളൊരു സെൻറ്ററാണ് ഇത് ഈ വിക്രംശില യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഈ വിക്രമശില യൂണിവേഴ്സിറ്റിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. അതുപോലെ തന്നെ നളന്ദ യൂണിവേഴ്സിറ്റിയെ പോലെ തന്നെ അറിയപ്പെട്ടിരുന്ന റെസ്പെക്റ്റഡായി നിലനിന്നിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണിത്, വിക്രംശില യൂണിവേഴ്സിറ്റി. അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. The ancient educational institution of Vallabi was renowned primarily as a center of study of എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഇത് ഇവിടെ ആൻഷ്യൻ എഡ്യൂക്കേഷണലിസ്റ്റിൽ ഈ വല്ലഭി എന്ന് പറഞ്ഞത് ഏത് സെക്ഷൻ ഓഫ് ബുദ്ധിസവുമായി ബന്ധപ്പെട്ടാണ് നിലനിന്നിരുന്നത്? ഇത് ഹിനായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെക്ഷനാണ് വല്ലഭി യൂണിവേഴ്സിറ്റി. ഈ വല്ലഭി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് നമ്മൾ നേരത്തെ മുമ്പ് ക്ലാസ് എടുത്ത സമയത്ത് വിശദമായിട്ട് പറഞ്ഞിരുന്നു. ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ സ്പെസിഫിക് ഏരിയ, ഓരോ ബുദ്ധിസവുമായിട്ടോ വേദിക് ലിറ്ററേച്ചറുമായിട്ടോ ജൈനിസവുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും അതെന്തുണ്ടാവുക, രൂപീകരിച്ചിട്ടുണ്ടാവുക. അതായിരിക്കും അവിടെ കോമൺ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവുക. ഇവിടെ വല്ലഭി യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത്
ഈ എന്താണ് ഹിനായാന ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ്. ഇത് ഫോം ചെയ്തത് ഗുജറാത്തിലാണ്. ഇത് ഗുജറാത്തിലെ അന്നത്തെ രാജാക്കന്മാരായിരുന്ന മൈത്രക കിങ്സാണ് ഇതെന്ത് ചെയ്ത് രൂപീകരിച്ചത്. അതുപോലെ തന്നെ ഇത് കോസ്റ്റൽ ഈ ഗുജറാത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയയിലാണ് ഇതെന്ത് ചെയ്തത് സ്ഥിതി ചെയ്തത്. ഇവിടെ ഏറ്റവും കൂടുതൽ നോൺ റിലീജിയസ് സബ്ജക്റ്റുകൾക്ക് ഇവിടെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അതായത് മെയിനായിട്ട് വരുന്നത് ഇപ്പോൾ ലോ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഇങ്ങനെയുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചിരുന്നു. പക്ഷേ റിലീജിയസ് ആയിട്ടുള്ള ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ഇടക്ക് കാണുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണിത്. ദ്വാരപാലാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ്വാരപാലാസ്. ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഹൂ വർ ദ്വാരപാലാസ് അറ്റ് നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ ടേം നമ്മൾ ഡിസ്കസ് ചെയ്യാറുള്ളത്. നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ദ്വാരപാലാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? അത് ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. രണ്ടാമത്തെ റോയൽ ഗാർഡ്സ് ഓഫ് പാട്രോൺ കിങ്, അതായത് രാജാക്കന്മാരുടെ റോയൽ ഗാർഡ്സ് ആണ്. ലേൺഡ് സ്കോളേഴ്സ് ഹു കണ്ടക്ട് റിഗറസ് എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്ന ലേൺഡ് സ്കോളേഴ്സാണ്. ഫിനാൻഷ്യൽ ബിഫാക്ടേഴ്സ് ഓഫ് യൂണിവേഴ്സിറ്റി, ഫണ്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ ശരിക്കും ഇതിൻ്റെ ആൻസർ ഈ ദ്വാരപാലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം ഗേറ്റ് കീപ്പേഴ്സ് എന്നാണ്. ഗേറ്റ് കീപ്പേഴ്സ് എന്താണ്? അല്ല, ബി അല്ല, അത് സി ആണ് ആൻസർ. ഗേറ്റ് കീപ്പേഴ്സ്. അതായത് ഈ ദ്വാരപാലാസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയിലെ എൻട്രൻസ് എക്സാം കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ വാക്കായിട്ട് ഇതിൻ്റെ അർത്ഥം വരികയാണെങ്കിൽ ഗേറ്റ് കീപ്പേഴ്സ് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരിക. ഗേറ്റ് കീപ്പേഴ്സ്. ഇവർ ശരിക്കും ഗേറ്റ് കീപ്പേഴ്സ് ആണെന്ന് പറയുമെങ്കിലും ഇവരെന്തല്ല, സെക്യൂരിറ്റി ഗാർഡുകളല്ല. ഓക്കെ, ഇവർ ശരിക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും എക്സാം PhD ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്ന് കരുതാം. അപ്പം നമുക്ക് PhD തരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. അതേപോലെ തന്നെ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളുകളാണ് ആര്? ദ്വാരപാലാസ് എന്ന് പറയാം. ഇവർ ലേൺഡ് സ്കോളേഴ്സാണ്. ഇവരെന്ത് ചെയ്യും? ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവർ യൂണിവേഴ്സിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാൻ അനുവദിക്കുള്ളൂ. ഏകദേശം 100% ഏകദേശം 20% ആളുകളെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, യൂണിവേഴ്സിറ്റിക്ക് അഡ്മിഷൻ കൊടുക്കുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തായിരിക്കും, ഇൻ്റർവ്യൂ ആയിരിക്കും ഇവർ നടത്തുക. മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന 2 ടോപ്പിക്കുകളാണ്. ഒന്ന് ഫിലോസഫി, പല ചോദ്യങ്ങളുണ്ടായിരിക്കും. ജനറലി അറിയപ്പെടുന്ന ഫിലോസഫി, അതുപോലെ തന്നെ റിലീജിയസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു ഭാഗത്ത് നിന്ന് കൂടുതലായി ചോദിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പഠിപ്പിക്കുകയാണല്ലോ. അപ്പോൾ ഇത്രയും ഇതൊരു ഓറൽ എക്സാം ആയിരിക്കും. ഓറൽ എക്സാം ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഈ ചോദ്യം. എന്താണ് ദ്വാരപാലാസ് എന്ന് പറഞ്ഞാൽ? ദ്വാരപാലാസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഗേറ്റ് കീപ്പേഴ്സ് എന്നും കൊടുക്കും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇവർ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് ആണോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും എന്തല്ല, സെക്യൂരിറ്റി ഗാർഡല്ല, ഇൻ്റർവ്യൂ നടത്തുന്ന സ്കോളേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ഇതെന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ദ റിനൗണ്ട് ഗ്രാമറിയൻ പാണിനി, ദ ഓതർ ഓഫ് അഷ്ടധ്യായി, വാസ് അസോസിയേറ്റഡ് വിത്ത് which ancient seat of
ലേണിംഗ്. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ഈ പാണിനി പഠിച്ചതെന്നാണ് ചോദ്യം. പാണിനി പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? തക്ഷശില യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം എന്ത് ചെയ്തത്? പഠിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണത് അഷ്ടധ്യായി. ഓക്കെ, ഇത് ധ്യായി എന്നാണ് നമ്മുടെ മെറ്റീരിയൽ. ധ്യായ എന്നും പറയുന്നുണ്ടാവും, ധ്യായി എന്നും പറയാറുണ്ട്. ഓക്കെ, ഐ എന്ന് പറയാറുണ്ട്, എ എന്നും പറയാറുണ്ട്. ഓക്കെ, എന്നും ഇ എന്നും പറയാം. ഓക്കെ, അഷ്ടധ്യായി. അത് എന്താണ്? ഓക്കെ, അഷ്ടധ്യായ എന്നും പറയാം, അഷ്ടധ്യായി എന്നും പറയാം. ഓക്കെ, ഇത് പ്രധാനപ്പെട്ട ഒരു മാത്തമാറ്റിക്കൽ റൂൾസുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. മാത്തമാറ്റിക്കൽ റൂൾസാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. അത് സംസ്കൃത പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. ഇദ്ദേഹം പാണിനി കുറേ കാലം എന്ത് ചെയ്തിട്ടുണ്ട്? തക്ഷശില യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ റിസർച്ചുകളും കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ എന്താണ് ഒരുപാട് പഠനങ്ങൾ, ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ്. ഒരുപാട് പഠനങ്ങൾ, ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളും പഠനങ്ങളും ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളും പഠനങ്ങളും എന്താണ് സംസ്കൃത ഭാഷയെ എന്ത് ചെയ്തിട്ടുണ്ട്? സയൻറ്റിഫിക് ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആ ചോദ്യം, അത് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ചൈനീസ് സ്കോളേഴ്സിനെ കുറിച്ചാണ്. താഴെ പറയുന്ന ചൈനീസ് സ്കോളേഴ്സിൽ ഏത് സ്കോളറാണ് നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വിസിറ്റ് ചെയ്തത്? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ചൈനീസ് സ്കോളേഴ്സ് വിസിറ്റഡ് ഇൻ ഇന്ത്യ പ്രൊവൈഡ് ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ നളന്ദ യൂണിവേഴ്സിറ്റി. നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ വിസിറ്റ് ചെയ്തിട്ടുള്ള ചൈനീസ് സ്കോളേഴ്സ് താഴെ പറയുന്നതിൽ ആരാണ്? അവർ ഈ നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് വിശദമായിട്ട് അവരുടെ ലേഖനത്തിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ഏതൊക്കെ? നമുക്ക് ഫാഹീൻ ഐ സിംഗ്, ഹിസ്വിൻ ചാങ് ഓർ ഐ സിംഗ്, ഫാഹീൻ ഓർ മെഗസ്തനീസ്, അൽബറൂണി, ഐൻസാങ് ഒക്കെ ഓരോ പേരുകളാണ്, ചൈനീസ് പേരുകളാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹുയിൻസാങ് ആൻഡ് ഐ സിംഗ്. ഇവർ ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഏകദേശം 7th സെഞ്ച്വറിയിലാണ്. 7th സെഞ്ച്വറി. ഓക്കെ, ഇവർ ഫേമസ് ആയിട്ടുണ്ടായിരുന്ന ബുദ്ധിസ്റ്റ് മോങ്കുകളായിരുന്നു. ചൈനയിൽ നിന്നാണ് ഇവർ എന്ത് ചെയ്ത് വിസിറ്റ് ചെയ്തത്? ബുദ്ധിസ്റ്റ്. അതുപോലെ ഇവർ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ വർഷങ്ങളോളം എന്ത് ചെയ്തിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരുടെ ട്രാവൽ എക്സ്പീരിയൻസ് പുസ്തകങ്ങളാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇന്നും ഈ ഗ്രന്ഥങ്ങൾ എന്താണ്? വളരെ പഴയ കാലത്തെ ആൻഷ്യൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ വളരെ ഫലപ്രദമായിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇത് ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതെങ്കിലും റിസർച്ചുകളൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് എന്താണ് പ്രൂഫായിട്ടുള്ള നല്ല വർക്കുകളാണ്, റിലയബിൾ സോഴ്സ് ഓഫ് വർക്കാണ് ഇവരുടെ വർക്കുകൾ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ബുദ്ധിസ്റ്റ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദ ഫൈനൽ ഓർഡിനേഷൻ സെറിമണി ദാറ്റ് മെയ്ഡ് എ മോങ്ക് എ ഫുൾ മെമ്പർ ഓഫ് സംഘ ഈസ് കാൾഡ്. അതായത് ഈ ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലേക്ക് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന പോലെ തന്നെ എന്താണ് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പറയല്ലോ എന്താണ് കോളേജിൽ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സർട്ടിഫിക്കറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ദിവസം ഉണ്ടാവുമല്ലോ. അതേപോലെ തന്നെ എന്താണ് ഈ ഫുൾ മെമ്പർ ഒരു ബുദ്ധിസ്റ്റ് മോക്കായി മാറുന്ന ഈ സെറിമണിയുടെ പേരെന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ പേര് 4 ഓപ്ഷൻസാണ് താഴെ തന്നിട്ടുള്ളത്. എവിടെ? ഓക്കെ,
ഒന്നാണ് പബാജ എന്ന് പറയുന്നത്, അത് ശരിയല്ല. രണ്ടാമതാണ് ഉപസമ്പദ. മൂന്നാമത്തത് വിദ്യാരംഭ. നാലാമത് പ്രവ്രജ. ഏതായാലും ഇതിൻ്റെ ആൻസർ വരുന്നത് രണ്ടാമത്തതാണ്, ഉപസംബന്ധ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇത് ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറിമണിയാണ്. ഇതിന് ശേഷം ഇത് ഫൈനൽ സ്റ്റെപ്പ്, ഒരു വിദ്യാർത്ഥിയുടെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേഷന് നമ്മൾ ഓരോ കോഴ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് എടുക്കും. 10ാം ക്ലാസ്, +2, ഡിഗ്രി, PG എന്നൊക്കെ കഴിഞ്ഞിട്ട് ഓരോ കോഴ്സുകൾ എടുത്ത് ഏറ്റവും അവസാനമായിട്ട് ഇപ്പോൾ നമ്മൾ PhD ആണ് ചെയ്യുന്നത് വെച്ചാൽ അത് ആ ഫൈനൽ സ്റ്റേജ് ആണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ആ കുട്ടി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ PhD കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. പിന്നെ അടുത്ത PDF ഒക്കെ ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഫൈനൽ സ്റ്റേജ് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡിയാണിത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ഈ ഘട്ടം കഴിയുന്നത് വരെ ഒരു കുട്ടി ഒരു സ്റ്റുഡൻ്റായിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കണക്കാക്കുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിസ്റ്റ് മോക്കിൻ്റെ കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്യും, ഇവർ ഭാഗമാവും. അതിന് സംഘ എന്നാണ് പറയാം, സംഘ. ബുദ്ധിസ്റ്റ് മോക്കിൻ്റെ ഗ്രൂപ്പിന് സംഘ എന്നാണ് പറയാം. ഇതിന് ശേഷം എന്ത് ചെയ്യും, ഇവർ ബുദ്ധിസ്റ്റ് ആചാരങ്ങളുമായി മുന്നോട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസിൻ്റെയും ബേസിൽ എന്ത് ചെയ്യും, ഇവർ മുന്നോട്ട് പോകും. അതിന് ശേഷം അത് വരെ എന്ത് ചെയ്യാരം അവർ വിദ്യാർത്ഥികളായിരിക്കും. അടുത്താണ് ദ ആൻഷ്യൻ സിറ്റി ഓഫ് മൈഥില. The ancient city of Maithila was predominantly famous for specialized higher education in. ഈ മൈഥില എന്ന് പറഞ്ഞ സ്ഥലം, ആൻഷ്യൻ സിറ്റി ഓഫ് മൈഥില, ഏത് എഡ്യൂക്കേഷൻ മേഖലയിലായിരുന്നു ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്, വളരെ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നൊരു പ്രദേശമാണ് മൈഥില എന്ന് പറഞ്ഞത്. ഇത് ബീഹാറിലാണ് ഇത് എന്ത് ചെയ്ത് സ്ഥിതി ചെയ്തിരുന്നത്, ബീഹാർ. ഇത് പ്രധാനമായിട്ട് ലോജിക്സ് ആൻഡ് ഡിബേറ്റ്സിനായിരുന്നു എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം കൊടുത്തിരുന്നത്. ഓക്കെ, അതിന് സംസ്കൃതത്തിൽ ന്യായ, ലോജിക്സിന് ന്യായ എന്ന് പറയും, ഡിബേറ്റ്സിന് തർക്കശാസ്ത്ര എന്ന് പറയും. അപ്പോൾ ഇത് മൈഥില എന്ന് പറഞ്ഞത് ഭാഗം യൂണിവേഴ്സിറ്റി ഈ ഏരിയ എന്ത് ചെയ്തിട്ടുണ്ട്, ന്യായക്കും അതുപോലെ തർക്കശാസ്ത്രത്തിനുമായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. ഇതുപോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് തിങ്കേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് വാസ് നോൺ സ്പെഷ്യലി ഫോർ ഇറ്റ്സ് സ്പെഷ്യലൈസ്ഡ് ടീച്ചിങ് ഓൺ താന്ത്രിക് ബുദ്ധിസം. താന്ത്രിക് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഏതായിരുന്നു? വജ്രായാന ബുദ്ധിസം അല്ലെങ്കിൽ താന്ത്രിക് ബുദ്ധിസം എന്ന് പറയും, വജ്രായാന ബുദ്ധിസം എന്നും പറയും. അതിൽ പ്രധാനപ്പെട്ട സെൻറ്റർ ഏതാണ്? ഒന്ന് തക്ഷശില യൂണിവേഴ്സിറ്റി, വല്ലഭി യൂണിവേഴ്സിറ്റി, വിക്രമശില യൂണിവേഴ്സിറ്റി, കാഞ്ചീപുരം യൂണിവേഴ്സിറ്റി. ഇതിലേതായിരുന്നു പ്രധാനപ്പെട്ട താന്ത്രിക് ബുദ്ധിസത്തിൻ്റെ പ്രധാനപ്പെട്ട സെൻറ്റർ? ഇതൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് ഈ ചോദ്യമൊക്കെ. അതിൽ ആൻസർ വിക്രമശില യൂണിവേഴ്സിറ്റി ആയിരുന്നു താന്ത്രിക് ബുദ്ധിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് നിന്നിരുന്നത്. ഇത് വജ്രായാന ബുദ്ധിസം എന്നും ഈ ബുദ്ധിസ്റ്റ് പേഴ്സ്പെക്റ്റീവിനെ പറയും. ഇത് മെയിനായിട്ട് എന്ത് ചെയ്യുന്നു, താന്ത്രിക് ആയിട്ടുള്ള ഒരുപാട് സീക്രട്ട് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിൽ പഠനം നടത്തിയിരുന്ന യൂണിവേഴ്സിറ്റിയാണ്. മറ്റു യൂണിവേഴ്സിറ്റികളിലൊന്നും ഇത്തരം പഠനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു ടീച്ചറാണ് അതിശ ദീപാങ്കര എന്ന് പറഞ്ഞ ആൾ ഈ യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു
ആളാണ്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്തു, ടിബറ്റിലേക്ക് പോവുകയും അവിടെ എന്ത് ചെയ്തു, ടിബറ്റൻ ബുദ്ധിസത്തിൻ്റെ പഠനം പിന്നീട് എന്ത് ചെയ്തു, അദ്ദേഹം അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. നിലവിൽ വിക്രമശില യൂണിവേഴ്സിറ്റിയിലായിരുന്നു ആദ്യം അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ഗ്രാജുവേഷൻ സെറിമണി ഇൻ ആൻഷ്യൻ വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം പെർഫോംഡ് വെൻ എ സ്റ്റുഡൻറ്റ് കംപ്ലീറ്റഡ് their സ്റ്റഡീസ് ആൻഡ് റിട്ടേൺ ഹോം വാസ് നോൺ ആസ്. നമ്മൾ നേരെ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട പഠനം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഒരു എന്താണ് ഇവിടെ പറഞ്ഞു, ഒരു ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരു ബുദ്ധിസ്റ്റ് സന്യാസി, പൂർണ്ണമായൊരു ബുദ്ധിസ്റ്റ് സന്യാസിയായി മാറുന്ന, അതായത് സംഘം മെമ്പറായി മാറുന്ന ആൻസർ നമ്മൾ ചോദ്യം എന്ന ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എന്താണ് വേദിക് എഡ്യൂക്കേഷൻ സിസ്റ്റം, അതിൽ എങ്ങനെയാണ് ഒരു വ്യക്തി എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ സെറിമണി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിരിച്ചു പോകുന്ന ആ ഇതിനെന്ത് പറയുന്നു, ആ പേര് പറയുന്നു. അതിന് പറയുന്നത് സമാവർത്തന എന്നാണ്. സമാവർത്തന, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇത് പഴയ കാലത്തൊരു ആൻഷ്യൻ കാലഘട്ടത്തിലെ ഒരു ഗ്രാൻഡ് ഗ്രാജുവേഷൻ സെറിമണിയാണ്. ഇപ്പോൾ നമ്മളെ കോളേജിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ, ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫോട്ടോ ഒക്കെ എടുക്കും, സർട്ടിഫിക്കറ്റ് എടുക്കും, ഈ തൊപ്പി മുകളിലേക്ക് എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരു സെറിമണിയാണ് സമാവർത്തന എന്ന് പറഞ്ഞ സെറിമണി. ഇത് ഒരുപാട് കാലം പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഏറ്റവും അവസാന ഘട്ടങ്ങളിലും കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷയൊക്കെ പാസ്സായതിനു ശേഷമാണ് എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. ഇതിൻ്റെ ഈ കാലഘട്ടത്തിലെ വിദ്യാർത്ഥിക്ക് ലഭിക്കുന്ന ടീച്ചിങ്സൊക്കെ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് വരെ എന്ത് ചെയ്യും, ഉപകാരപ്പെടും. ഈ സമയത്ത് ശിഷ്യൻ ഗുരുവിന് എന്ത് ചെയ്യും, ഒരു ഗിഫ്റ്റ് കൊടുക്കും. അതിന് നമുക്കറിയാം, അതിന് ഗുരുദക്ഷിണ എന്നാണ് പറയാം. ദക്ഷിണ അത് എന്താണ്, ടീച്ചറോടുള്ള റെസ്പെക്റ്റും ബഹുമാനവും നന്ദിയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുദക്ഷിണ കൊടുക്കുക. ഗുരുദക്ഷിണ പണമായിട്ടൊക്കെ കൊടുക്കാറുണ്ട്, രാജാക്കന്മാരാണെങ്കിൽ ഭൂമിയായിട്ടൊക്കെ കൊടുക്കാറുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യും, ആ വിദ്യാർത്ഥി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയും തൻ്റെ വിവാഹം കഴിക്കുകയും ബാക്കിയുള്ള ജോലികളിലേക്ക് മുഴുകുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പേര് സമാവർത്തന എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. Which ancient institution of higher learning was located in the Kathiawar Peninsula of modern day ഗുജറാത്ത്? ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്താണ് ആൻഷ്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹയർ ലേണിംഗ് ഏതാണ്? ഇതിനെക്കുറിച്ച് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞിരുന്നു. വല്ലഭി യൂണിവേഴ്സിറ്റിയാണെന്ത്, ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആൻഷ്യൻ യൂണിവേഴ്സിറ്റി. കത്തൈവാർ പെനിൻസുലയിലാണ് ഈ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഇത് ആ സമയത്ത്, ഇന്നും ആ സമയത്തും എന്ത് ചെയ്യുന്നു, വളരെ ഫേമസ് ആയിട്ടുള്ള ബിസി ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കോസ്റ്റൽ ട്രേഡ് സെൻ്റർ ആയിരുന്നു. അവിടെ എന്താണ്, പ്രധാനപ്പെട്ട ഒരു പോർട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പ്രധാനപ്പെട്ട ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരായിരുന്ന മൈത്രകാസ് ആണ് എന്ത് ചെയ്ത് ഈ സ്ഥാപനം രൂപീകരിച്ചതും ഇത് നിലനിർത്താനുള്ള ഫണ്ട് കൊടുത്തതൊക്കെ. ഇവരെന്ത് ചെയ്ത് എന്താണ്, ഒരുപാട് നളന്ദ യൂണിവേഴ്സിറ്റിനേക്കാളും ഫണ്ട് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയാണിത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് പുസ്തകങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും പുസ്തകങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മിക്സഡ് ആയിട്ടുള്ള റിലീജിയസ് പഠനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡെയിലി സാധാരണ നമ്മൾ ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനും ഉണ്ടായിരുന്നു. സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷനും നോൺ ജോബ് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷനും ഈ സ്ഥലത്തുണ്ടായിരുന്നു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം.
ദ നവ്യ ന്യൂ ലോജി സ്കൂൾ ഓഫ് ഫിലോസഫി ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് വിച്ച് ആൻഷ്യൻ ഓർ മിഡീവൽ സെൻറ്റർ ഓഫ് ലേണിംഗ്? ഏത് ആൻഷ്യൻ മിഡീവൽ സെൻറ്റർ ഓഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് കണക്ട് ചെയ്തതാണെന്ത്? നവ്യ അല്ലെങ്കിൽ ന്യൂ ലോജിക് സ്കൂൾ ഓഫ് ഫിലോസഫി എന്ന് പറയുന്നത്. ഇതിൻ്റെ ആൻസർ നാദിയ എന്നുള്ളതാണ്. നാദിയ. ഓക്കെ, നവദ്വീപ എന്നും ഇതിന് പറയാറുണ്ട്. ഓക്കെ, ഇതിന് ന്യൂ ലോജിക് എന്നാണ് പറയാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബംഗാളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഇത് ബംഗാളിലെ ഫേമസ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ റീജിയനാണ്. അവിടെ എന്താണ് മെയിനായിട്ട് ഈ വിഷയങ്ങളൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, പഠിപ്പിച്ചിരുന്നത്. മിഡീവൽ കാലഘട്ടത്തിൽ ഈ ലോജിക്കിന് വേണ്ടിയിട്ട് ലോജിക്സുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ നടത്തിയിരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്താണ് ഉള്ള ആൾക്കാർ, സ്റ്റുഡൻസ്, ഇന്ത്യയിലും ലോകത്തിൻ്റെ വ്യത്യസ്ത പ്രദേശത്തുള്ള ആൾക്കാർ അവിടെ വരികയും പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്ത് വന്ന ആൾക്കാർ, പഠിച്ച ആൾക്കാർ ലോകത്തിൽ ഡിബേറ്റർമാരിലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടുന്ന് പഠനം കഴിഞ്ഞു പോയ ആൾക്കാരായിരുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഡൈനസ്റ്റി ഈസ് പ്രൈമറി ക്രെഡിറ്റഡ് വിത്ത് പാട്രോണൈസിങ് ആൻഡ് സിഗ്നിഫിക്കൻ്റ്ലി എക്സ്പാൻഡിങ് നളന്ദ യൂണിവേഴ്സിറ്റി? നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ ഏത് രാജവംശമാണ് താഴെ പറയുന്ന രാജവംശം എന്ന് പറയുന്നത്? ഇതൊക്കെ ഏകദേശം നമുക്ക് മൗര്യ സാമ്രാജ്യമൊക്കെ വരുന്നത് ഏകദേശം എ ഡിയിലൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്ന ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ നമ്മൾ സിന്ധു നദീതട സംസ്കാരമൊക്കെ ഉണ്ടായിരുന്നത് ഏകദേശം 2000 BC, 1900 അല്ല 1500 BC ആയിരുന്നു സിന്ധു നദീതട സംസ്കാരം ഉണ്ടായിരുന്നത്. പിന്നെ ഗുപ്ത സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം, അതിന് ശേഷം മഹാജനപദാസ് വന്നു. മഹാജനപദാസ് വന്നതിന് ശേഷം പിന്നെ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ ഡൽഹി സൽത്തനത്ത് വന്നു. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ചേര, ചോള, പാണ്ഡ്യ രാജവംശമൊക്കെ കുറേ കാലം ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഗൾ സാമ്രാജ്യമൊക്കെ അങ്ങനെ വന്നു. അപ്പോൾ മൗര്യ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെയൊക്കെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD BC ആ തുടക്കത്തിലാണ്, ആ സമയത്താണ് ഇവരൊക്കെ ഉള്ളത്. ഈ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത രാജവംശം, ഡൈനസ്റ്റി ഏതാണെന്നാണ് ചോദ്യം. ഗുപ്ത സാമ്രാജ്യമാണ്. ചന്ദ്രഗുപ്ത മൗര്യൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഗുപ്ത സാമ്രാജ്യമാണ് ഈ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട രാജവംശം എന്ന് പറയുന്നത്. ഇവരാണ് എന്ത് ചെയ്ത് നളന്ദ യൂണിവേഴ്സിറ്റി ബിൽഡ് ചെയ്തത്. അതേപോലെ തന്നെ കിങ് കുമാരഗുപ്ത ഇദ്ദേഹം 5th സെഞ്ച്വറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മാസീവായിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുകൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഹിന്ദു റിലീജിയനെയും ഹിന്ദു വേദിക് പഠനത്തെയും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം ബുദ്ധിസ്റ്റ് പഠനത്തെയും ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റിയും എന്ത് ചെയ്തിട്ടുണ്ട്, കൂടുതൽ അതിനും സപ്പോർട്ട് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഈ യൂണിവേഴ്സിറ്റി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 100ഓളം വില്ലേജിൽ നിന്ന് വരുന്ന ടാക്സുകൾ എന്ത് ചെയ്ത് ഈ യൂണിവേഴ്സിറ്റി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ടായിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റി റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശാലമായ ഏരിയ, നമ്മൾ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഗുപ്ത സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശാലമായിട്ടുള്ള സാമ്രാജ്യമാണ്. ഇന്നത്തെ പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ കൂടി ചേർന്ന വലിയ സാമ്രാജ്യമാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ 100 വില്ലേജിലുള്ള ഫണ്ടൊക്കെ എന്ത് ചെയ്യുന്നു, ഇവർക്ക് ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കൊടുത്തിരുന്നു.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് ദ ലൈബ്രറി അറ്റ് നളന്ദ യൂണിവേഴ്സിറ്റി വാസ് നോൺ ആസ്. നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറിയുടെ പേരെന്താണ്? നളന്ദ യൂണിവേഴ്സിറ്റീൻ്റെ ലൈബ്രറിയുടെ പേര് ധർമ്മകുഞ്ച് എന്നാണ് കേട്ടോ. ധർമ്മകുഞ്ച്. ഇത് ധർമ്മകുഞ്ച് ഒരു എന്താണ് സംസ്കൃത വേർഡാണ്. അതിൻ്റെ അർത്ഥം ലൈബ്രറി എന്നുള്ളതാണ്. അതിനെന്താ ഇത് ശരിക്ക് ഈ ധർമ്മകുഞ്ചിൻ്റെ മെയിനായിട്ട് യഥാർത്ഥത്തിലുള്ള അർത്ഥം എന്ന് പറഞ്ഞാൽ മൗണ്ടെയിൻ ഓഫ് ട്രൂത്ത് എന്നാണ് ശരിക്ക് അതിന് അർത്ഥം. ലൈബ്രറി എന്ന് പറഞ്ഞ വാക്കിന് പകരമായിട്ട് ആ സമയത്ത് യൂസ് ചെയ്തിരുന്ന ഒരു വാക്കാണ്. അതിൻ്റെ കറക്റ്റ് മീനിങ് മൗണ്ടെയിൻ മൗണ്ടെയിൻ ഓഫ് ട്രൂത്ത്. ഇത് ഈ നളന്ദ യൂണിവേഴ്സിറ്റിയിലെ ബിൽഡിങ് 3 സെപ്പറേറ്റ് ബിൽഡിങ്ങുകളായിരുന്നു എന്ന് പറയുന്നു. ഇത് 9 തട്ടുകൾ ഈ ബിൽഡിങ്ങിലെ ബുക്ക് ഷെൽഫിനുണ്ടായിരുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റി, നമ്മൾ കോളേജിലും എന്തുണ്ട് ബുക്ക് സ്റ്റാളുകളുണ്ടായിരുന്നു. ഈ ബുക്ക് സ്റ്റാള് ഈ ലൈബ്രറികളിലൊക്കെ പല തട്ടുകളിലായിരിക്കുമല്ലോ പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചത്. ഏകദേശം 9 തട്ടുകളുണ്ടായിരുന്നു എന്ന് ഇതിന് പറയുന്നത്. ഇതിൽ ഏകദേശം ആയിരക്കണക്കിന് ഹൺഡ്രഡ്സ് ഓഫ് തൗസൻഡ്സ് ഓഫ് ഹാൻഡ് റിട്ടൺ പുസ്തകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു. കൈകൊണ്ടും അതുപോലെ തന്നെ ഇലകളിലും മറ്റേ താളിയോലകളിലൊക്കെ എഴുതപ്പെട്ട ആയിരക്കണക്കിന് ഹാൻഡ് റിട്ടൺ പുസ്തകങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ റിസർച്ചുകൾ നടന്നിരുന്നു. ഈ പുസ്തകങ്ങൾ വായിക്കുകയും കോപ്പി ചെയ്യുകയും ചെയ്തിരുന്നു ആൾക്കാർ. ആ പഴയ കാലത്തൊക്കെ പറഞ്ഞാൽ പ്രിൻറ്റിങ് സംവിധാനം ഇല്ലല്ലോ. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, വന്നിട്ട് വായിക്കും, അത് വേറെ വേറെ പുസ്തകങ്ങളിലേക്ക് കോപ്പി ചെയ്യുകയൊക്കെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ധർമ്മകുഞ്ച് എന്നാണ് ഇതിൻ്റെ പേര്. മൗണ്ടെയിൻ ഓഫ് ട്രൂത്ത് എന്നാണ് സാധാരണ നമ്മൾ അറിയപ്പെടുന്നത്. ലൈബ്രറിക്കാണത് പറയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. ആൻഷ്യൻ ഇന്ത്യ. ഇൻ ആൻഷ്യൻ ഇന്ത്യ ഫോർമലി അസംബ്ലി ഓഫ് ലേൺഡ് സ്കോളേഴ്സ് convened to debate and settle philosophical or theological dispute was referred as. എന്താണ് അതിൽ ഓപ്ഷൻ എന്താണ്? സംഘം, പരിഷത്ത്, സഭ, സമിതി. ഇത് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആൻഷ്യൻ ഇന്ത്യയിലെ ലേൺഡ് സ്കോളേഴ്സ് ഡിബേറ്റ് ചെയ്യുകയും ഫിലോസഫിക്കലായിട്ടുള്ള ചർച്ചകളും ഒക്കെ നടത്തിയിരുന്ന സെൻറ്ററിൻ്റെ പേരാണ് പരിഷത്ത് എന്ന് പറയുന്നത്. ഓക്കെ. പരിഷത്ത് ഫോർമൽ ആൻഷ്യൻ പീരീഡിൽ ഫോർമലായിട്ടുള്ള അസംബ്ലികളും മീറ്റിങ്സൊക്കെ നടത്തിയിരുന്ന ഒരു സെൻറ്ററാണ് പരിഷത്ത്. ഇവിടെ മെയിനായിട്ട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, എക്സ്പേർട്ടായിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ വരികയും ഡിബേറ്റുകളും ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഈ അന്നത്തെ രാജാക്കന്മാർ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ പരിഷത്ത് എന്ന് പറഞ്ഞ പേരിലാണ് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഡിബേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഉദാഹരണമായിട്ട് അപ്പോൾ നമ്മൾ ഐഡിയലിസം, മെറ്റീരിയലിസം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല തരത്തിലുള്ള ഫിലോസഫിക്കൽ ഡിസ്കഷനൊക്കെ നടത്താറില്ലേ. ഇപ്പോൾ കാൾ മാർക്സ് പറഞ്ഞത് കാൾ മാർക്സ് ഒരു മെറ്റീരിയലിസ്റ്റിക് പേഴ്സ്പെക്റ്റീവായ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന ആളുടെ പേരെന്തെയ്യുന്നു മറന്നല്ലോ, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറഞ്ഞ ടേമൊക്കെ നമ്മൾ പഠിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഫിലോസഫിക്കലായിട്ടുള്ള കൺഫ്യൂഷൻസൊക്കെ ഡൗട്ട്സും ഡിസ്കഷനൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണത് ഈ പരിഷത്ത് എന്ന് പറയുന്നത്. അതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. Which of the following women scholars in ancient India is known for her philosophical debates in യഞ്ചവൽക്യ ഇൻ ബൃഹദ്രന്യാക.
ഉപനിഷത്ത്, ബൃഹദ്യന്യാക ഉപനിഷത്ത്. ഈ ഉപനിഷത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ആൻഷ്യൻ വുമൺ സ്കോളർ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇവർ ഇതിൽ പേര് ഇതിൽ ഗർഗി എന്താണ് എസ് ബൃഹദാരണ്യക ഏതാണ് ഓക്കെ യജ്ഞവൽക്യ ബൃഹദാരണ്യക ഉപനിഷത്ത്. ഈ ഉപനിഷത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വുമൺ സ്കോളറാണ് ആര്? ഗർഗി എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ ഫേമസ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഫിലോസഫറാണ് ആൻഷ്യൻ ടൈമിൽ ഉണ്ടായിരുന്നത്. ഇവർ പ്രധാനപ്പെട്ട ഡൗട്ട്സുകളും ഫിലോസഫിക്കലായിട്ടുള്ള തോട്ട്സൊക്കെ ഡിസ്കസ് ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കോംപ്ലക്സ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഉത്തരം നൽകിയിരുന്നു. ടോപ്പ് ഫിലോസഫിക്കൽ വേദിക് ടൈമിലുള്ള റെസ്പെക്റ്റഡ് ടോപ്പ് സ്കോളേഴ്സിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു ഇവർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The ancient University of Odantapuri was located at the present day state of. ഈ ഓദാന്തപുരി യൂണിവേഴ്സിറ്റി ഇന്ന് പ്രസൻറ്റ് സ്റ്റേറ്റ് എവിടെയായിരുന്നു ലൊക്കേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഗുജറാത്ത്, ബീഹാർ, UP, വെസ്റ്റ് ബംഗാൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് മോഡേൺ ഡേ ബീഹാറിലാണിത് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇന്ത്യയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൻഷ്യൻ യൂണിവേഴ്സിറ്റികളൊക്കെ സ്ഥിതി ചെയ്തിരുന്നത് ബീഹാറിൽ തന്നെയായിരുന്നു. ബീഹാർ പ്രധാനപ്പെട്ട ഒരു എഡ്യൂക്കേഷൻ കേന്ദ്രമായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ നളന്ദ യൂണിവേഴ്സിറ്റി ഒക്കെ എവിടെയായിരുന്നു? ബീഹാറിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഓദന്തപുരി യൂണിവേഴ്സിറ്റി. ഓക്കെ. ഇത് പാല ഡൈനസ്റ്റി ആണെന്ത് ഇത് പാല കിങ് ഗോപാല ആണെന്ത് ചെയ്തത് ഇത് ഫോം ചെയ്തത്. ഏകദേശം 8th സെഞ്ച്വറിയിലാണ് ഇതെന്ത് ചെയ്ത് ഫോം ചെയ്തത്. ഓദന്തപുരി യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത് കിങ് ഗോപാല എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം പാല ഡൈനസ്റ്റിയിലെ രാജാവായിരുന്നു. 8th സെഞ്ച്വറിയിലാണ് ഇതെന്ത് ചെയ്ത് ഫോം ചെയ്തത്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിനെ, ബുദ്ധിസ്റ്റ് ടീച്ചിങ് ആൻഡ് ഫിലോസഫി ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൂ എമംഗ് ദ ഫോളോയിങ്സ് കൺസിഡേർഡ് ദ ഫൗണ്ടർ ഓഫ് ആൻഷ്യൻ യൂണിവേഴ്സിറ്റി ഓഫ് നളന്ദ? തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഏത് രാജവംശമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. അതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഏത് രാജാവാണ് ഈ നളന്ദ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത് എന്നുള്ളതാണ്. ചന്ദ്രഗുപ്ത മൗര്യ, കുമാരഗുപ്ത ഫസ്റ്റ്, ഹർഷവർദ്ധന, അതുപോലെ തന്നെ അശോക. ഇവർക്ക് ഇതിൽ ഏറ്റവും അത് ആൻസർ കിങ് കുമാരഗുപ്തയാണ്. കുമാരഗുപ്ത ഫസ്റ്റ് ആണ് എന്ത് ചെയ്തത് ഈ നളന്ദ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഗുപ്ത സാമ്രാജ്യ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റിയാണിത് ഈ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്ത് ഈ നളന്ദ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത്. ചരിത്രകാരന്മാർ പറയുന്നത് ഇവരാണ് നളന്ദ യൂണിവേഴ്സിറ്റി ഫോം ചെയ്തത് എന്നുള്ളതാണ്. ഏകദേശം ഒരു 5th സെഞ്ച്വറിയിലൊക്കെയാണ് എന്ത് ചെയ്തത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോം ചെയ്തത്. ഇത് ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭൂമി അതുപോലെ തന്നെ ഒരുപാട് ഫണ്ടും എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഡ്യൂറിങ് ദ വേദിക് പീരിയഡ്, സ്റ്റുഡൻറ്റ് ഹു
dedicated their entire life to studying and remained with the Guru perpetually were known as. ഒരു വ്യക്തി ഈ വേദിക കാലഘട്ടത്തിൽ എൻ്റെ ലൈഫ് പഠനത്തിന് വേണ്ടി ഗുരുവിൻ്റെ കൂടെ മാറ്റിവെച്ച ആളുകൾക്ക് എന്താണ് പറയാം എന്നാ? എവിടെയാണ്? ബ്രഹ്മചാരി അല്ല ബ്രഹ്മചാരി അല്ല, നൈസ്തിക എന്നാണ് അതിൻ്റെ പേര്, നൈസ്തിക. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ഇത് ബ്രഹ്മചാരി ആശ്രമമാണ്. ശരിക്കും 4 ആശ്രമങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 25 വർഷമാണിത് ബ്രഹ്മചര്യ ആശ്രമ എന്ന് പറയുന്നത്. പിന്നെ ഗൃഹസ്ഥി ആശ്രമ, അങ്ങനെ വാനപ്രസ്ഥം, സന്യാസം എന്നൊക്കെ പറഞ്ഞിട്ട് 4 ആശ്രമങ്ങളുണ്ട്. അത് സാധാരണ എന്താണ്, ബ്രാഹ്മിൻസ് ആയ ആൾക്കാർ സാധാരണ അവർക്കുണ്ടാവുന്നൊരു ഭാഗമാണിത് ബ്രഹ്മചാരി എന്ന് പറയുന്നത്, ബ്രഹ്മചര്യ ആശ്രമ. നൈസ്തിക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യും, ഇവർ ഗുരുകുലത്തിൽ ജീവിക്കും. റെയർ ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഇവർ ജീവിതകാലം മുഴുവൻ എന്താണ് ഗുരുവിൻ്റെ കൂടെക്കാരം ജീവിക്കുക. ഇവർ എവിടെയാണ്? ഓക്കെ, നൈഷ്ഠിക ബ്രഹ്മചാരി. യെസ്, നൈഷ്ഠിക. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ വന്നിരുന്നത്. നൈഷ്ഠിക എന്ന് മാത്രമാണ് എക്സാമിന് ക്വസ്റ്റ്യനിൽ വന്നിരുന്നത്. ഓക്കെ, ഇവർ റെയർ സ്റ്റുഡൻ്റ് ആണ്. ഗുരുകുല സിസ്റ്റത്തിൽ ഇവരെന്ത് ചെയ്യും, ഗുരു വളരെ റെയർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെന്ത് ചെയ്യും, എന്താണ് റെയർ ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ഗുരു എന്ത് ചെയ്യും, തിരഞ്ഞെടുക്കുക ചെയ്യും. സാധാരണ ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ആശ്രമം വിട്ടു പോവുകയും അവർ മാരേജ് ചെയ്യും, അവർ പഠനത്തിലേക്ക് എന്ത് ചെയ്യും, മുന്നോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഇവർ നൈസ്തിക ബ്രഹ്മചാരി എന്ന് വെച്ചാൽ ഇവരെന്ത് ചെയ്യും, ഒരിക്കലും വിവാഹം കഴിക്കില്ല. ഇവർ ലൈഫ് ലോങ് ഇവരെന്ത് ചെയ്യും, ഗുരുവിൻ്റെ കൂടെ തന്നെ, ഗുരുവിൻ്റെ കൂടെ ഫോറസ്റ്റിൽ അല്ലെങ്കിൽ ആശ്രമത്തിൽ എന്ത് ചെയ്യും, അവർ ജീവിതകാലം മുഴുവൻ പഠനത്തിന് വേണ്ടി നീക്കി വെച്ചിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, അതാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത, വിച്ച് ആൻഷ്യൻ സെൻറ്റർ ഓഫ് ലേണിംഗ് വാസ് ഡിസ്ട്രോയിഡ് ബൈ മിലിറ്ററി ക്യാമ്പയിൻസ് ഓഫ് ബക്തിയാർ ഖിൽജി അറ്റ് ദ എൻഡ് ഓഫ് 20th century? ബക്തിയാർ ഖിൽജിയുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി സൈന്യം തകർത്ത യൂണിവേഴ്സിറ്റി ഏതാണ്? യൂണിവേഴ്സിറ്റി നളന്ദ യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഏകദേശം 1193 AD 1193 സെഞ്ചുറി AD ആരാണ് എന്ത് ചെയ്ത്, ഇദ്ദേഹം എന്താണ് ഇന്ത്യ ആക്രമിച്ചതും യൂണിവേഴ്സിറ്റി തകർത്തുമൊക്കെ. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്ന ഇവിടെയുള്ള എന്താണ് ലൈബ്രറികളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർ നശിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 24th ക്വസ്റ്റ്യൻ. The medium of instruction in the Brahminical system of higher education was primarily Pali, Prakrit, Sanskrit, അപഭ്രംശ. ഓക്കെ, ഇതിൽ ആൻസർ വരുന്നത് സംസ്കൃതമാണ്. നമ്മൾ വേദിക് ഭാഷയൊക്കെ പൂർണ്ണമായി ബ്രാഹ്മണിക്കൽ സിസ്റ്റം ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ ഇവർ എന്താണ് വേദിക് സിസ്റ്റത്തിലൊക്കെ ഭാഷ യൂസ് ചെയ്തിരുന്നത് സംസ്കൃത ഭാഷയായിരുന്നു യൂസ് ചെയ്തിരുന്നത് വേദിക് പഠനത്തിലൊക്കെ. പവിത്രമായിട്ടുള്ള ലാംഗ്വേജ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, വേദിക് ഭാഷയിൽ സംസ്കൃതത്തെ എന്ത് ചെയ്തിരുന്നു, യൂസ് ചെയ്തിരുന്നു. സംസ്കൃത പുസ്തകങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ഭാഷയിലായിരുന്നു എഴുതിയിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. In the Buddhist education system, the medium of instruction of common masses and monks was mostly. ഈ വേദിക് ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ജനറലായിട്ട് എല്ലാവരും യൂസ് ചെയ്തിരുന്ന ഭാഷ ഏതായിരുന്നു? എല്ലാവരും യൂസ് ചെയ്തിരുന്ന ഭാഷ എന്താണ്? പാലി ഭാഷയായിരുന്നു. ഈ ബുദ്ധിസ്റ്റ് സ്കോളേഴ്സ് സാധാരണഗതിയിൽ എന്താണ് ഈ ബ്രാഹ്മണ മേധാവിത്വത്തൊക്കെ എന്ത് ചെയ്തിരുന്നു, റിഫ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് സംസ്കൃത ഭാഷയും അതിൻ്റെ ടീച്ചിങ്സിന് ആ ഭാഷയെ മാറ്റി നിർത്തിയിട്ട് ജനറൽ ഭാഷയായിരുന്നു ഇവർ സാധാരണഗതിയിൽ യൂസ് ചെയ്തിരുന്നത്. ഇതാണ് ഇതിൽ വരുന്നത്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നിങ്ങൾ റെഫർ ചെയ്യാം. ഇതിനെ നോട്ട്സ് ചെയ്യാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ തരുന്നതാണ്. 100 ക്വസ്റ്റ്യൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതിൽ കഴിഞ്ഞ 10 വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യുക. പ്രധാനമായിട്ട് യൂണിവേഴ്സിറ്റികളുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഉണ്ടാവുക. പിന്നെ അതിൽ നിന്ന് വരിക വ്യക്തികളെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. അതുപോലെ ഭാഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടാവും. ഏറ്റവും കൂടുതൽ ഒരു 100% എടുക്കുകയാണെങ്കിൽ 100%ത്തിൽ ഒരു 60% യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഒരു 20 ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാക്കി ഒരു 80-ൽ 20% ഉണ്ടാവുള്ളൂ മറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളൂ. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. എക്സാമിന് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സാധ്യത കൂടുതലാണ്. ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ 2 ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത്. ഒന്ന് ഈ ആൻഷ്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗവും, രണ്ടാമത്തത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന പുതിയ അമെൻമെൻറ്റുകളെ കുറിച്ചുള്ള, അതായത് കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ റീഡ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഇവിടെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുറേ വേർഡുകൾ ഇതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കാണാതെ പഠിക്കുക. ജസ്റ്റ് ഒരു ധാരണ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ധാരണ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ തന്നെ എടുക്കാൻ പറ്റും. ചില ചോദ്യങ്ങൾ നമ്മൾ ഈ ടേംസൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എന്തുമായി കണക്ട് ചെയ്തതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും. ഈ ചോദ്യങ്ങളിലൊക്കെ നമ്മൾ സാധാരണഗതിയിൽ എക്സാമിന് ചെയ്യുക ഓപ്ഷൻസ് ഒഴിവാക്കിയിട്ട് ആൻസർ എഴുതാൻ നോക്കുക എന്നുള്ളത്. കാരണം ചില വാക്കുകൾ നമുക്ക് തീരെ അറിയുന്നുണ്ടാവില്ല, ചില വാക്കുകൾ നമുക്ക് അറിയുന്നുണ്ടാവും. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചിലപ്പോൾ തീരെ നമ്മൾ കേട്ട് പരിചയമില്ലാത്ത ഏതെങ്കിലും വാക്കായിരിക്കും. പക്ഷേ കേട്ട് പരിചയമുള്ള ഓപ്ഷനിലുള്ള ബാക്കി 3 വാക്കുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ആൻസറിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ വാക്കുകളൊക്കെ ശരിക്കും എന്ത് ചെയ്യുക, പഠിച്ച് പോവുക. നമുക്ക് ഇനി ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി നമ്മൾ മാരത്തോൺ സെഷനിൽ എന്ത് ചെയ്യാം, നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.